നല്ല രീതിയിലുള്ള വിധിയാണ് ഉണ്ടായത്. ദൈവത്തിന് അടുത്ത സ്ഥാനം കൊടുക്കണം, ജഡ്ജിക്കണം. ദൈവം നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. നീതിമാനായ ജഡ്ജി ഞങ്ങൾക്ക് ഞങ്ങൾ വളരെയേറെ സംതൃപ്തരാണ്, വളരെ തൃപ്തികരമാണ്. വളരെയധികം സംതൃപ്തിയുണ്ട്. കേസിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് തന്നെ നമുക്ക് വധശിക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്രോസിക്യൂഷനും പോലീസിനും ഞങ്ങൾ നന്ദി പറയുന്നു. നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ്. അതുകൂടാതെ അതിനോടൊപ്പം 2 ലക്ഷം രൂപ പിഴശിക്ഷയും വിധിച്ചിട്ടുണ്ട്. പിന്നെ 302 IPC കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും 10 കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് 1 ലക്ഷത്തിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട്. പിന്നെ 328 അതായത് വിഷം കൊടുത്തതിന് 5 വർഷത്തെ തടവ് ശിക്ഷയും 50,000 റുപ്പീസ് അത് ഫൈനും ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ 203ക്ക്, അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന്.